നമസ്കാരം. ട്രംപും ബിസിനസ് മേഖലയിലെ ഭീമൻ മസ്കും തമ്മിലുള്ള സൗഹൃദത്തെക്കുറിച്ച് വലിയ രീതിയിൽ ചർച്ചകളുണ്ടായിരുന്നു. എന്നാൽ ട്രംപ് അധികാരത്തിലേറി കുറച്ച് ദിവസം കഴിഞ്ഞതോടെ ആ ബന്ധത്തിന് വിള്ളൽ വീഴുന്നു. പിന്നീടത് പരസ്പരമുള്ള വാക്പോരാട്ടമായി. ഇതിപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇലോൺ മസ്കിനെ നാട് കടത്താൻ തയ്യാറാണ് എന്നാണ് ട്രംപ് ഏറ്റവും ഒടുവിലായി ആഞ്ഞടിച്ചിരിക്കുന്നത്. കൂടാതെ മസ്ക് കുറേ നാളുകൾ നേതൃത്വം നൽകിയിരുന്ന ഏജൻസിയായ ഡോജിനെ തന്നെ മസ്കിനെതിരായ പ്രവർത്തനത്തിന് ഉപയോഗിക്കുമെന്നും ട്രംപ് ഭീഷണി നൽകിയിട്ടുണ്ട്. ഒരു കാലത്ത് മസ്ക് നേതൃത്വം നൽകിയിരുന്ന ഏജൻസിയായ ഡോജ് തന്നെ അദ്ദേഹത്തെ ഭക്ഷിക്കും എന്നാണ് ട്രംപ് താക്കീത് നൽകിയിരിക്കുന്നത്. ലോക കോടീശ്വരനുമായി ട്രംപ് ഇതോടെ ഒരു തുറന്ന ഏറ്റുമുട്ടലിന് തന്നെ തയ്യാറായി രംഗത്ത് വന്നിരിക്കുന്നുവെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മസ്കിനെ അദ്ദേഹത്തിൻ്റെ ജന്മനാടായ സൗത്ത് ആഫ്രിക്കയിലേക്ക് തിരിച്ചയക്കുമെന്ന് പ്രസിഡന്റ് ഭീഷണിയും മുഴക്കിയതോടെ ഇരുവരും തമ്മിലുള്ള വൈര്യം വർദ്ധിച്ചിട്ടുണ്ട്. സോഷ്യൽ മീഡിയ തർക്കം രൂക്ഷമായതിന് പിന്നാലെയാണ് ട്രംപ് വീണ്ടും മസ്കിനെ നേരിടാൻ എത്തുന്നത്. മസ്കിനെ നാട് കടത്തുന്നതിനെക്കുറിച്ച് മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ ട്രംപ് പറഞ്ഞത് കൃത്യമായി തനിക്കറിയില്ല എന്നും എല്ലാം ഒന്ന് പരിശോധിക്കേണ്ടി വരും എന്നാണ്. മസ്ക് തന്നെ മുൻകൈയെടുത്ത് സ്ഥാപിച്ച ഡോജ് തന്നെ അദ്ദേഹത്തെ പിടിച്ചു തിന്നുന്ന രാക്ഷസനായി മാറുമെന്നാണ് ട്രംപ് പറയുന്നത്. ട്രംപ് പറയുന്ന പല കാര്യങ്ങളും പ്രലോഭനകരമാണ് എന്നും എന്നാൽ താൻ ഇതിൽ നിന്നെല്ലാം വിട്ടുനിൽക്കുകയാണ് എന്നും മസ്കും വ്യക്തമാക്കിയിട്ടുണ്ട്. ട്രംപിൻ്റെ ബിഗ് ബ്യൂട്ടിഫുൾ ബില്ലുമായി ബന്ധപ്പെട്ടാണ് മസ്കും ട്രംപും തമ്മിൽ അഭിപ്രായ ഭിന്നത ഉടലെടുക്കുന്നത്. മസ്ക് അമേരിക്കൻ പൗരനാണ് എങ്കിലും ജനിച്ചത് ദക്ഷിണാഫ്രിക്കയിലാണ്. ഇലക്ട്രോണിക് വാഹനങ്ങളുടെ സബ്സിഡി വെട്ടിക്കുറച്ചതിനെക്കുറിച്ച് മസ്ക് നിരവധി പരാതികൾ ഉന്നയിച്ചിരുന്നു. ഈ ബില്ല് പാസ്സായാൽ താൻ പുതിയ രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുമെന്നും മസ്ക് മുന്നറിയിപ്പ് നൽകിയിരുന്നു. എന്നാൽ ട്രംപ് തിരിച്ചടിച്ചത് മസ്കിന് ഇനിയും പലതും നഷ്ടപ്പെടാൻ ഉണ്ട് എന്നാണ്. രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ചാലും മസ്കിന് അധികാരം കിട്ടാൻ പോകുന്നില്ല എന്ന് ട്രംപ് പറഞ്ഞു. ഈ വർഷം ആദ്യം ട്രംപ് പണം കൊടുത്ത് മസ്കിൻ്റെ വാഹന നിർമ്മാണ കമ്പനിയായ ടെസ്ലയുടെ വാഹനം വാങ്ങിയിരുന്നു. അന്ന് വൈറ്റ് ഹൗസിൽ വച്ച് ഈ കാറ് പ്രദർശിപ്പിച്ചുകൊണ്ട് ട്രംപ് അതിനെക്കുറിച്ച് മികച്ച അഭിപ്രായമാണ് പ്രകടിപ്പിച്ചത്. എന്നാൽ ഇപ്പോൾ ട്രംപ് ഈ തീരുമാനത്തിൽ ഖേദിക്കുന്നതായിട്ടാണ് സൂചനകൾ ലഭിക്കുന്നത്. എല്ലാവർക്കും ഇലക്ട്രിക് കാറ് വേണ്ട, എനിക്കും അത് വേണ്ട എന്നാണ് ട്രംപ് പറയുന്നത്. ട്രംപ് ടെസ്ല കാർ വാങ്ങിയ സമയത്ത് മസ്ക് ഡോജിൻ്റെ തലവനായിരുന്നു. എന്നാൽ മസ്കിൻ്റെ ചില നടപടികൾ കാരണം ടെസ്ലയുടെ കാറുകൾക്ക് പെട്ടെന്ന് തന്നെ ഡിമാൻഡ് ഇല്ലാതായി. ട്രംപിൻ്റെ 2024 പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ മസ്ക് വൻ തുകയാണ് സംഭാവനയായി നൽകിയത്. പ്രസിഡന്റിനെ രണ്ടാം തവണയും വിജയിപ്പിക്കാൻ ദശലക്ഷക്കണക്കിന് ഡോളറാണ് ഇദ്ദേഹം ചിലവഴിച്ചത്. ഇപ്പോൾ രണ്ടുപേരും തമ്മിലുള്ള പിണക്കം മൂത്തപ്പോൾ ട്രംപ് മസ്കിനോട് ചിലപ്പോൾ കടപൂട്ടി ദക്ഷിണാഫ്രിക്കയിലേക്ക് പോകേണ്ടി വരുമെന്ന് കളിയാക്കിയിരുന്നു. കഴിഞ്ഞ പൊതു തെരഞ്ഞെടുപ്പിൽ റിപ്പബ്ലിക്കൻ പാർട്ടിക്ക് വേണ്ടി മസ്ക് $300 മില്യൺ ചെലവഴിച്ചത്. പിന്നീട് ട്രംപ് അധികാരത്തിലെത്തിയപ്പോൾ എല്ലാം മറക്കുന്ന അവസ്ഥയും കാണുകയായിരുന്നു.